ഡാഡി അറേഞ്ച് ചെയ്ത വീട്ടിലേക്ക് ഞങ്ങൾ ഇന്ന് താമസം മാറി. ഇതിന്റെ പേര് മാളിക വീടെന്നാ. നഗരത്തിൽ നിന്ന് അല്പം മാറിയാണ് ഈ കൂറ്റൻ കെട്ടിടം. അവസാന സെമസ്റ്ററിന് സ്വസ്ഥമായി പഠിക്കാൻ ഡാഡി അറേഞ്ച് ചെയ്ത തന്ന ഹെവൻ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഈ വീടിന് സമീപം പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. എന്നോടൊപ്പം മെർലിനും അശ്വതിയും നീതുവും ഉണ്ട്. മെർലിനെ ഡാഡിക്ക് അറിയില്ലേ? ടോം കാറ്റ് എന്ന് വിളിച്ച് ഡാഡി കളിയാക്കാറില്ല. അവളാ ഞങ്ങളുടെ നേതാവ്. പിന്നെ നീതു, ദ റൊമാൻറ്റിക് ബേർഡ്. കഴിഞ്ഞ വെക്കേഷന് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എടാ, എന്നാ നീ ഞങ്ങളുടെ കൊട്ടാരം കാണാൻ വരുന്നേ? നിന്നെ ഒന്ന് കാണാൻ എനിക്ക് തീർച്ചയായി. പിന്നെ നിനക്ക് തോന്നുമ്പോഴൊക്കെ ഇവിടെ വന്ന് കയറാനൊന്നും പറ്റില്ല. ഓക്കെ. ഇനി അശ്വതി. ഉള്ളതിൽ പാവ ഇവളാ ഡാഡി. ഒരു പുസ്തകപ്പുഴു. അല്പം കവിതയുടെ അസുഖം ഉണ്ടെന്നേ ഉള്ളൂ. ഈ കോട്ടയുടെ കാവൽക്കാരനും ഞങ്ങളുടെ അന്നദാതാവുമാണ് ബേബിച്ചൻ. ഞാൻ പണ്ട് സായിപ്പിന്റെ കുക്കായിരുന്നപ്പോ ഇതുപോലെ സായിപ്പിന് ചീര വെച്ച് വളർത്തി. 3-ാം ദിവസം എന്റെ ചീര കഴിച്ച സായിപ്പ് ചത്തു. സായിപ്പിന്റെ വൈഫ് ഹാപ്പി, കുട്ടികളും. പിന്നെ സായിപ്പ് എന്നെ കാണുമ്പോ കുഴി നനി തോടും. We all expect Daddy for my birthday. Yours loving, Pooja. കുഞ്ഞെ ഭക്ഷണം കഴിക്കാൻ വാ. ദാ വരുന്നു ബേബിച്ച. നിനക്ക് സഫയർ സ്റ്റോൺ കിട്ടിയോ? പൂജയുടെ ബെസ്റ്റ് സ്റ്റോൺ ബ്ലൂ സഫയറാ, ഇന്ദ്രനീലം. ഞാൻ വിചാരിച്ചു അവളുടെ ഈ ബർത്ത്ഡേക്ക് ഒരു ബ്ലൂ സഫയർ മോതിരം കൊടുക്കാനും. ഫസ്റ്റ് എന്റെ പെണ്ണെ, നിനക്ക് വല്ല വട്ടുണ്ടോ? ഒറിജിനൽ സഫയർ സ്റ്റോണിന് എന്താ വിലയെന്നറിയോ? അത് വേണേ അവിടെ ഭാവി വരൻ ഗൗതം വാങ്ങിക്കൊടുത്തോട്ടെ. പിന്നെ എന്റെ മോക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ 1-2 കിഡ്നി സ്റ്റോൺ അവ കൊടുത്തേക്ക്. കഞ്ചൂസ് മാർവാടി. അല്ല, എന്ത് ചെയ്യാ നിന്റെ പരിവാരങ്ങളൊക്കെ? ആ ബ്യൂട്ടി പാർലറിനകത്തുണ്ട്. ഓഹോ. ഹായ് പൂജ. ഹായ്. ഉള്ളത് പറയാലോ, നൗ യു പീപ്പിൾ ലുക്ക് സിവിലൈസ്ഡ്. വേണ്ട മോനെ. നീ വരുന്നുണ്ടോ? എവിടേക്കാ? ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. സോറി ഗേൾസ്, നൗ ഇറ്റ്സ് സ്റ്റഡി ടൈം. ഉള്ളത് പറ മോനെ. എത്ര പേപ്പർ കിട്ടാനുണ്ട്? എഴുതിയ പേപ്പർ എല്ലാം കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യമെങ്കിലും ഇരുന്ന് പഠിക്കാന്ന് വെച്ചത്. എന്തായാലും നീ എന്റെ ബർത്ത്ഡേക്ക് വേണ്ട വേണ്ട, ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. ഫുഡ് അടിക്കുന്ന കാര്യമല്ലേ, ഐ വിൽ ബി ദേർ. ഓക്കെ. അതെ, വേണമെങ്കിൽ നിങ്ങളെ 3 പേരെ ഞാൻ എന്റെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യാം. അയ്യോ, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? അയ്യടാ മോനെ. ബൈ വിവേക്. ബൈ ബൈ ബൈ. ബർത്ത്ഡേ കാണാം. ഓക്കെ. ഞാൻ രാത്രി വിളിക്കാം. ബൈ.
എനിക്ക്. അയ്യടാ. എന്താടാ ഇത്? ഏയ് എന്താ ഒന്നുമില്ല. ആരെങ്കിലും കണ്ട? ആരുമാണ്? What's all this? Please. Please. ഇവിടെ Please. No. No. നീ എന്താ എവിടെ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ ഓ അത് ശരി. ഇവനോടെ നിൽക്കട്ടെ, നിങ്ങൾക്കൊരു കൂട്ടാവും, ബേബിച്ചനൊരു സഹായവും. നിൽക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പണിയാവാതിരുന്നാ മതി. അപ്പോ ഞാനൊന്ന് ഇറങ്ങട്ടെ എങ്കിൽ. ഓക്കെ മൈ ബോയ്, ഞാൻ നാളെ രാവിലെ പോകും. ഇനി വരുമ്പോ കാണാം. ഓക്കെ ആയിക്കോട്ടെ. മെർലിൻ, പൂജ, പോട്ടെ. ആ അതെ, നീ അവിടെ ചുറ്റിക്കറങ്ങി നടക്കാറുള്ളത് പോലെ ഇവിടെ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പറഞ്ഞൊക്കെ കേട്ടല്ലോ. Hey, look at this. Nice. Good morning. Good morning. നിന്റെ ഡാഡി എപ്പോ പോയടി? ഇപ്പൊ ബാംഗ്ലൂരിലെത്തി കാണും. ബേബിച്ചാ ഒരു ചായ. നിന്റെ ഡാഡിക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? ഞാനും വിവേക്കും ഇടയ്ക്ക് മുങ്ങിയത്. ഏയ്, അങ്ങേര് കരുതിക്കാണ് നിങ്ങൾ കുമ്പസാരിക്കാൻ പോയിട്ടുണ്ടാവുന്നു. ഒന്ന് പോടി. ഹൈസ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങേരും കോളേജിലൊക്കെ എത്തിയത്. ഓ അല്ലേ പൂജ? വേണ്ട മോളെ, നമ്മുടെ തന്തപ്പടിയെ വെറുതെ വിട്ടേക്ക്. ഹേയ്, നിന്റെ ഒരു കമ്മൽ അവിടെ പോയടി? കിടക്കയിലെങ്ങാനും വീണാണു. നീ എവിടെയായിരുന്നു ഇത്ര നേരം? Don't call me Yeda. My name is Nandu. അല്ല, അത് മനസ്സിലായി. മുട്ടേന്ന് വിരുന്നേന്തും പോരോന്ന് മുടുവാ നടക്ക്. നൗ യു ഫോളോ മീ. കം ഓൺ. കുമ്പിള്ളേരുടെ അടുത്തെത്തുമ്പോ ഇംഗ്ലീഷിലാണ് എന്റെ പരിപാടി അല്ലേ? കട്ടിലൊന്നും കാണാനില്ല. പാർട്ടിക്ക് മുമ്പെന്റെ കാതിലുണ്ടായിരുന്നതാ. എവിടെ പോയോ? നീയും വിവേകം ഗുസ്തി പിടിച്ചില്ലേ? ആ മുറി കാണും. ഇനി എവിടെ തരയാനാ? ലീവ് ഇറ്റ്. പോയത് പോയി. എന്നാലും ഇറ്റ്സ് വെരി കോസ്റ്റ്ലി യു നോ. പൂജ, രക്ഷയില്ല. ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പെറുക്കി നോക്കി. മെർലിൻ പറഞ്ഞതായിരിക്കും ശരി. നീയും വിവേകം ഒന്നല്ല അതിനകത്തായിരുന്നല്ലോ ഗുസ്തി. അതിനകത്ത് തന്നെ ഉണ്ടാവും. വാ നമുക്ക് നോക്കാം. കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നാ. എന്താന്നറിയില്ല, ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നപ്പോ ക്ലോക്ക് താനെ കത്തുന്നു. കർത്താവേ,
മോട്ടർ ഒന്ന് ഓൺ ചെയ്യോ? പൈപ്പില് വെള്ളമില്ല. 1 minute. അല്ലടാ, ഞാൻ അന്ന് റെയിലിന്റെ അടുത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മംഗലാപുരം ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. രാത്രി ഒരു 12-12 മണിയായി കാണും. ആ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു ചൊക്കിളി പട്ടി പോലും ഇല്ല. അപ്പൊ ചേട്ടനോ? വേണ്ട, ഇത് കേക്കടാ. പെട്ടെന്ന് പുറകുന്ന് എന്നൊരു വിളി. അത് 2 വിളിയല്ലേ? ഇത് കേക്കടാ. ഞാൻ ആദ്യം ഒന്നും ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പം ജീൻസ് ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. കർത്താവാണ് സത്യം. ശൃംഗാരഭാവത്തോടെ അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം ഞാനൊന്നും മടിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നേരം വെളുത്തപ്പോൾ റെയിൽ പാളത്തിനടുത്ത് ഞാൻ കിടക്കുന്നു. എന്റെ ചാരിത്രം അവൾ അപഹരിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് 1 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. അയ്യോ, ഈ വിരലിന്റെ ഡോസ് ഒന്ന് കൊറ. പിന്നെ പ്രേതം ജീൻസ് ഇട്ടിട്ടല്ലേ? അതും ചേട്ടന്റെ ചരിത്രമൊക്കെ അവിടെ എടുക്കാൻ. ചരിത്രല്ലടാ, ചാരിത്രം. രണ്ടും ഒന്ന് തന്നെ ഏട്ടാ. ചരിത്രം പോകുമ്പോ ചരിത്രവും. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്തൊരാഗ്രഹമാണ്, അതും പ്രേതമായിട്ട്. അതാരേട്ടാ? പടിഞ്ഞാറേതോ വീട്ടിലുള്ള. ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും. അയാളുടെ മട്ടും നോട്ടും ഒന്നും അത്ര പന്തിയല്ല. അത് നീ ഇതെവിടെ പോണു?
ഈസ് ദിസ്? ഇതെന്റെ ആന്റി. ഏ പൂജ, ഇത് കണ്ടോ? ഇതെന്റെ ആന്റി. ഇത് ആന്റിയുടെ മോള്. എന്താണ് നിന്റെ ചുണ്ട് ചോര? ഇവനിതെന്തു പറ്റി? ആ, ഞാൻ നിങ്ങൾ യുവമിഥുനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അബൌട്ട് മാരേജ്. മാരേജ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 rings. വിച്ച് ആർ ദേ? എൻഗേജ്മെന്റ് റിംഗ്. Yeah, good. Then wedding ring? Right. But the third one is the most important. അറിയില്ല? It's suffering. വിവാഹം എല്ലാ അർത്ഥത്തിലും ഒരു സഫറിംഗ് ആണ്. സോ ദാറ്റ് ഈസ് സഫറിംഗ്. ആദ്യത്തെ കുറച്ചു നാൾ കഴിഞ്ഞ, അതുകൊണ്ട് എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ല. എനിക്കിങ്ങനെ പറന്ന് നടക്കണം, ലൈക്ക് എ ഫ്രീ ബേർഡ്. എക്സ്ക്യൂസ് മീ. ഹായ് ഫ്രീ ബേർഡ്, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇപ്പൊ വരാമേ, ഒന്ന് കൈ കഴുകിക്കോട്ടെ. മെർലിൻ, അതിലേ വാ. എന്താ? ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കും. അതിലേ വാ. അങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോയാലോ? കുയിൽ കാക്കകളുടെ കൂടെ പറക്കാറില്ല. എങ്കിലും കുയിലിന് ഞങ്ങൾ കാക്കകളുടെ കൂട്ടി വന്ന് മുട്ടയിടാലോ. ഹലോ ബ്രദർ, നമ്മളൊക്കെ സ്റ്റുഡൻസ് അല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്ക. ഓഹോ, കൊള്ളാം. ആൺകുട്ടികളായ എങ്ങനെ വേണം? പാവങ്ങളാ, ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് മക്കളെ. എന്തോ ദേ, കുറുമ്പ് കാണിച്ചാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് നല്ല കുട്ടികളായ മക്കളെ പോ. Who the hell are you? യുവർ ഫാദേഴ്സ് ഫാദർ. മനസ്സിലായില്ല? നിന്റെയൊക്കെ അപ്പന്റെ അപ്പൻ. അടിയടാ ഇവനെ. എക്സ്ക്യൂസ് മീ സർ. താങ്ക് യു.
ഡാഡി പറയുന്ന പേടിക്കാനൊന്നും ഇല്ലെന്നാ. അവൻ ഇതിനു മുമ്പ് 2 തവണ പോയിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാ വന്നാന്ന്. അവന്റെ പെട്ടിയും സാധനമൊക്കെ ഭദ്രമായിട്ട് മുറിക്കാത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണി വരെ പിപ്പിരിയും കാട്ടി എന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലേ. മക്കൾ കഴിക്കി. വിശ്വനാഥ് സാറിനോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാ ചെയ്യാം. നീ എന്തോന്നും കഴിക്കാത്തെ? എനിക്ക് നല്ല വിശപ്പില്ല. ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയല്ലോ. ഇവനാണ് ഗൗതം എന്ന തെമ്മാടി. ഇവൾ മെർലിൻ എന്ന ടോം ബോയ്. ഇത് അശ്വതി ദ സൈലന്റ് കാറ്റ്. ഇത് നീതു ദ റൊമാൻറ്റിക് ബേർഡ്. Am I right? That is clairvoyance. Why you look so gloomy? ഒന്നുമില്ല. ഇത് എന്റെ ലാസ്റ്റ് സെമസ്റ്റർ അല്ലേ? ഞാൻ നിന്റെ ഡാഡിയെ കണ്ടിരുന്നു ഒരു സെയിൽസ് കോൺഫറൻസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച്. വീട്ടിൽ ചെല്ലാത്തതിന് അങ്ങേരുടെ വക ഒരുപാട് പരിഭവങ്ങൾ. എന്തായാലും ഈ ചിങ്ങത്തിന് നമ്മളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. എനിവേ ഐ ടോൾഡ് ഹിം ഐ ആം അറ്റ് ഹിസ് ഡിസ്പോസൽ. എല്ലാത്തിനും അഭിപ്രായം പറയുന്ന നിനക്കെന്താ? ഒന്നും പറയാനില്ലേ? ഞാൻ കഴിഞ്ഞ തവണ കണ്ട പൂജയെ അല്ല നീ. യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. എനിക്കൊരു മാറ്റമില്ല ഗൗതം. പരീക്ഷയുടെ അല്പം ടെൻഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ഐ ഹാവ് ടു പുഷ് ഓഫ്. ഹോട്ടലിൽ MD വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ബി ബാക്ക് ഇൻ 1 week. സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ. മധുരത്താൽ മണിമാളിക പണിയാം മധു നീ തരുമെങ്കിൽ. സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ. മധുരത്താൽ മണിമാളിക പണിയാം മധു നീ തരുമെങ്കിൽ. ഏതു ജന്മം മുതലേ നമ്മൾ സഹയാത്രികരായി. ഏതു പൊന്നിൻ പാശത്താൽ നാം വന്ദിതരായി. ഒരു പ്രേയസി കുളിർ തെന്നലായി. പ്രിയമാനസ മധുവാരിയായി. സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിൽ. മധുരത്താൽ മണിമാളിക പണിയാം മധു നീ തരുമെങ്കിൽ. കളകളസ്വരമായി സുന്ദരി നീ എൻ ചാരത്തുണ്ടെങ്കിൽ. കളകളസ്വരമായി സുന്ദരി നീ എൻ ചാരത്തുണ്ടെങ്കിൽ.
വീണയിൽ മധുരിതമാം നവനാദമുണർന്നേനേ ഒരു പ്രേയസി കുളിപ്പെന്നലാ സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിലേ മണി മാളിക പണിയാം അത് നീ തരുമെങ്കിൽ കുളിപ്പെന്നലാ സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിലേ മണി മാളിക പണിയാം അത് നീ തരുമെങ്കിൽ ഏതു ജന്മം മുതലേ നമ്മൾ സഹയാത്രികരായി ഏതു പൊന്നിൻ പാശത്താൽ നാം ബന്ധിതരായി ഒരു പ്രേയസി കുളിപ്പെന്നലാ സ്നേഹം കൊണ്ടൊരു സ്വർഗം തീർക്കാം സഖി നീ വരുമെങ്കിലേ മണി മാളിക പണിയാം അത് നീ തരുമെങ്കിൽ എനിക്കറിയില്ല, ബേബിച്ചനെ കാണാനില്ല. പൂജ പൂജ പൂജ. ബേബിച്ച, 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 ഈ ബേബിച്ചൻ എവിടെ പോയി കിടക്കാം? ബേബിച്ച, 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 മോള് പോ, ആരും കണ്ട മോശം. ബേബിച്ച ഒന്ന് വേഗം എഴുന്നേക്ക്. മോക്ക് നിർബന്ധാണെങ്കിൽ വാ വാ. ബേബിച്ച, ബേബിച്ച. അയ്യോ എന്താ എന്താ പൂജയെ കാണാനില്ല. പൂജ
ഇവിടെ നടന്ന വല്ലതും ബേബിച്ചൻ അറിഞ്ഞോ? എന്റെ കാരിക്കാമുറി മാതാവേ, ആ പോകുന്നതാരാ? ദേ ഇതിനൊരു സൈക്യാട്രിസ്റ്റിന്റെ ആക്യുമെനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ്. അപ്പൊ അങ്കിള് പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് തോന്നിയതാണെന്നാണോ? അങ്ങനെയല്ല, എന്നാൽ അങ്ങനെ തന്നെയാണ്. സി, പുതിയ താമസ സ്ഥലം, വിചിത്രമായ അന്തരീക്ഷം, പരീക്ഷയുടെ ടെൻഷൻ, കാണാതെ നന്ദു, ഇതെല്ലാം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. പിന്നീട് എന്തെങ്കിലും ബാഹ്യമായി ഉണ്ടാവുന്ന ഒരു സ്പാർക്ക് നിങ്ങളുടെ ബോധത്തെ ഒരു മായിക കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു. സൈക്കോളജിയിൽ ഇതിനെ ഡെലൂഷൻ എന്ന് പറയും. പക്ഷെ എല്ലാരും ഒരേ സമയത്ത് ഒരേ കാഴ്ച കാണുക, ഒരേ ശബ്ദം കേൾക്കുക, അതെങ്ങനെ അങ്കിൾ? ഒരു ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഒരു മജിഷ്യൻ ശരീരം മുറിക്കുന്നതും പെൺകുട്ടിയെ വായുവിൽ കടത്തുന്നതും മറ്റും ഒരേ സമയത്ത് കാണുന്നത്. ഇതും ഒരു അർത്ഥത്തിൽ മായിക കാഴ്ചയാണ്. അതവിടെ വെച്ചേ. എന്റെ പെട്ടിയെടുത്ത് അകത്ത് വെച്ച് വണ്ടി തണത്തെങ്ങാണ്ട് പാർക്ക് ചെയ്യാം. മോളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടെങ്കിൽ അങ്കിൾ ഒരു മൈൽ സെഡേറ്റീവ് തരാം. ഓക്കെ? താൻ എന്ത് മനുഷ്യനാടോ? ഇതുപോലെ ഒരു വീടാണ് പെൺകുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്തത്. ഈ പാവം കുട്ടികളെന്നല്ല, യഥാർത്ഥ ഡ്രാക്കുള വരെ വരണ്ടു പോകും. എന്താ എന്തു പറ്റി? ഞാൻ നിലവിലേറ്റ് ഓടി വന്നപ്പോ രക്തത്ത് കുളിച്ചെടുക്കുന്നു. ഒരു നേൽ രൂപ ഓടി മറിയുന്നതും കണ്ടു. മേനോൻ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ കേട്ടിട്ടില്ലേ? ദൂരെയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനും ദൂരെയുള്ളവയെ സ്വാധീനിക്കാനും കഴിയുന്ന ഒരു പ്രതിഭാസം, ടെലികൈനസിസ് അഥവാ സൈക്കോകൈനസിസ് എന്ന് വിളിക്കുന്ന ഈ ഫെനോമിനൻ നിരന്തരമായി പ്രാക്ടീസിലൂടെയും ഏകാഗ്രതയിലൂടെയും നേടിയെടുക്കുന്നതാണ്. ഈവൻ ദോ ഇറ്റ്സ് കോൺട്രവേഴ്ഷ്യൽ, ചില കഴിഞ്ഞകാല സംഭവങ്ങൾ ഇത് ശരിയാണെന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് പരിശീലിക്കുന്ന ഏതോ വിദ്വാൻ
ഈ ചുറ്റുവട്ടത്തിൽ ഉണ്ടെന്നാണ് എന്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. സ്കിപ്പ് യുവർ ഇൻറ്റ്യൂഷൻ. എന്റെ മകളുടെ അവസ്ഥ. ഐ എം കമ്മിങ് ടു ദാറ്റ്. ഇതിനെ ടാക്കിൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു വ്യക്തിയെ ഒരു 3 വർഷം മുമ്പ് ഒരു പാരസൈക്കോളജിസ്റ്റ് കോൺഫറൻസിൽ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. I'll show you. See. അച്ചോ, ഇത് കണ്ടോ അച്ചോ? ഇത് വെറും ഭ്രാന്തല്ല, മുഴുഭ്രാന്താ. ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുത്തതിന് കിട്ടിയ സമ്മാനം അച്ചോ ഇത്. അവൻ ചങ്ങല പൊട്ടിക്കൊന്നുമില്ലല്ലോ. ഏയ്, എവിടെ? നല്ല പുത്തൻ താഴ്ത്താ പൂട്ടിയിരിക്കുന്ന അച്ചോ. അച്ചോ വേണ്ടട്ടോ. ആരില്ല. ഓ, എനിക്കറിയില്ല. ആരില്ല. ഒന്നുമില്ല, ഞാനിവിടെ നിന്നോട്ടെ. ആരില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? ആരില്ല. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. അയ്യേ, എന്തിനേ ചങ്ങല? ഞാനിതാ കഴിച്ചേക്കട്ടെ പൗലോസ്. പൗലോസിന് ഇനി ഇതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? പോട്ടെ, എണീക്ക്. എന്റെ കൂടെ വരുന്നോ? എനിക്കും പൗലോസിന് എന്ന പോലെ ആരുമില്ല. വാ, നമുക്കൊരിടം വരെ പോവാം. ഇനി പൗലോസ് 1 മാസം എന്റെ കൂടെ താമസിക്കാൻ പോകുന്നത്. വാ. കാറിൽ പോവാ. സ്വാമി വന്നോ? സ്വാമിയല്ല, വിഷ്ണു. അല്പം ബഹുമാനം തോന്നുന്നെങ്കിൽ വിഷ്ണു നാരായണെന്ന് വിളിക്കാം. Can I come in? Sorry, please. Thank you. Hi, Venu. How's the journey? It was fine. Good. Come.
പൂജ, എന്നെ മനസ്സിലായോ? ദാറ്റ്സ് എ പ്രസന്റ്. അതിനുത്തരം പറയുമ്പോ ഐ ഹാവ് എ പ്രസന്റ് ഫോർ യു. ഇവരോടൊന്നും ചോദിക്കാൻ ഉത്തരം പറയണം. അതിനിവർക്കും അറിയില്ല ഞാൻ ആരാണെന്ന്. Vishnu, yeah. Do you see any serious problem? പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ആശ്വാസവാക്കായിരിക്കും. പ്രശ്നമുണ്ട്. പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കല്ല, മറ്റാർക്കുമാണ്. അതാർക്കാണ്? പ്രശ്നം എന്താണ്? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താൻ ധൈര്യമായിട്ട് പോയിട്ട് പാടൂ. ഇവരുടെ അംഗരക്ഷകനായി ഞാനുണ്ടാകും ഇവിടെ. Okay, then I'll see you. Okay. Okay? Okay. Bye. ഡോക്ടർ സാറേ, മെഡിക്കൽ ജേർണലിലെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള തന്റെ ലേഖനത്തിൽ ഫ്യൂഷൻ തെറാപ്പി എന്ന വാക്കിനേക്കാൾ ഐ പ്രിഫർ ഡിസൊല്യൂഷൻ മെക്കാനിസം. Okay. ഇതിപ്പം സ്ഥലം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രഭാകരൻ സാറിന്റെ കൈവശ. പണ്ട് ഇത് പ്രശസ്തമായൊരു നായർ തറവാട്ടുകാരുടെ വകയായിരുന്നു. 4-5 കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ കുട്ടികളാണ് ഇവിടെ ആദ്യമായിട്ട് താമസിക്കാൻ വന്നത്. ഞാൻ വന്നിട്ട് മാസങ്ങളേ ആയുള്ളൂ. പയറ് പോലെ നടന്ന് ഭൂമി കച്ചവടം ചെയ്ത് 4 കാശുണ്ടാക്കിയിരുന്ന എന്നെ ഇവിടെ തളിച്ചിട്ട് പ്രഭാകരൻ സാറിന്റെ പണിയാണ്. സാറിന് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു അമ്പലക്കുളമുണ്ട്. അതിന്റെ തെക്ക് ഭാഗത്ത് ഓട് മേഞ്ഞ ഒരു ഒറ്റപ്പെട്ട വീടുണ്ട്. അവിടെ താമസിക്കുന്ന ജാനമ്മ എന്ന് പറഞ്ഞ സ്ത്രീ പണ്ട് ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. ശീലയില്ലാത്ത ചെയ്യണ്ട, തല കറങ്ങും. നല്ല വടക്കം പുകയില്ലയാ. അല്ലെങ്കിൽ പോയ കാണുകരുതി ആണെങ്കിലോ അല്പം കുശലം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മാളികയെന്നാണല്ലേ? ചാത്തന്മാർ ജാനമ്മയ്ക്കെല്ലാം കാട്ടിത്തരും. ചാർട്ടർ സേവയുണ്ടല്ലേ? മദ്യസേവയുണ്ട്. നീ മെടുക്കനാണ്, മെടുക്കൻ. കാര്യം എങ്ങനെ കാണുമെന്ന് നിനക്കറിയാം. ഈ ശിവരാമന് പറയാം. മാളിയേക്കല അനന്തൻ തമ്പുരാന്റെയും മാധവി തമ്പുരാട്ടിയുടെയും ഒറ്റ മോനാ ശിവറാം.
മാളിക വീടിന്റെ പടിഞ്ഞാറ് വശത്താണ് മന. അനന്തൻ തമ്പുരാന്റെ മരുമോൾ ഊർമിളയും അവരോടൊപ്പം വളർന്നത്. ശിവരാമേട്ടൻ ഞാനും ഉണ്ട്. ആടണോ? സൂക്ഷിച്ചു കയറണേ. പിടിച്ചിരുന്നോ? ഊർമിള കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചു. പിന്നീട് അനന്തൻ തമ്പുരാനും ഭാര്യയുമാ അവളെ വളർത്തിയത്. കുട്ടിക്കാലം മുതലേ ഊർമിളയ്ക്ക് ശിവരാമനെയും ശിവരാമന് ഊർമിളയെയും ജീവനായിരുന്നു. കാലം കഴിഞ്ഞപ്പോ ശിവറാം ഇല്ലാത്ത സമയത്ത് അവളുടെ വിവാഹം ബലം പ്രയോഗിച്ച് മറ്റാരോ ആയി നടത്തി. ദുഷ്ടനായ അനന്തൻ. അന്നു രാത്രി ഊർമിള ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആദ്യ രാത്രിയിലെ ദുരന്തം മൂലം ഊർമിളയുടെ ഭർത്താവ് കെട്ടിത്തൂങ്ങി മരിച്ചു. എല്ലാം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ശിക്ഷയിൽ ഇളവ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ എങ്ങനാ? നിങ്ങൾ കുറെ പോലീസുകാർ വന്ന് ഞങ്ങളെ ഇങ്ങനെ പിന്നെ കേസും കോടതിയും ഒക്കെ ആയി കുറെ കാലം. ഒടുവിൽ അതെല്ലാം അനന്തന്റെ സ്വാധീനത്തിൽ എഴുതി തള്ളി. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. മാധവി തമ്പുരാട്ടി കഴിഞ്ഞ കൊല്ലം മരിച്ചു. പിന്നെ കേട്ടത് അനന്തൻ തമ്പുരാൻ കാശിയിലോ ഹിമാലയത്തിലോ മറ്റോ പോയെന്നാ. ശിവരാമനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്നിട്ട് മദ്യം കഴിഞ്ഞു, കഥയും തീർന്നു. നാളെ പറഞ്ഞേ സാറേ, ഇനി വരുമ്പോ ഒരു വലുതായിക്കോട്ടെ.
പൂജ പൂജ മോക്ക് എങ്ങനെയുണ്ട്? ഹൗ യു ഫീൽ നൗ? വയ്യ, എനിക്ക് വയ്യ. I will help you. Okay? പൂജ, എന്റെ ഈ കയ്യിലെ റെഡ് സ്പോട്ടിലേക്ക് മോളൊന്ന് ഫോക്കസ് ചെയ്യും. ഞാൻ ചോദിക്കുന്നതിന് ആലോചിച്ചുത്തരം പറയണം. എന്റെ കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്ക്. Come on. Come on. എന്താണ് മോളെ അലട്ടുന്ന പ്രശ്നം? എന്നെ ആരോ തളച്ചിട്ടിരിക്കുന്നത് പോലെ. ആരാണെന്നറിയോ മോക്ക്? ഇല്ല. നിന്നെ അലട്ടുന്നത് പുരുഷനാണോ സ്ത്രീയാണോ? പറയൂ. നീ ആരാണ്? നിന്നെ ഞാൻ സഹായിക്കട്ടെ? എനിക്ക് ആരുടെ സഹായം വേണ്ട. നിന്റെ ഉദ്ദേശം? സംഹാരം. ഊർമിള, നീ പഠിച്ച കുട്ടിയല്ലേ? ആരെയും സംഹരിക്കാൻ നമ്മൾ മനുഷ്യർക്ക് അവകാശമില്ല. അത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ നീതിബോധം. നിങ്ങളുടെ ലോകത്ത് സംഹാര കർമ്മമാണ്. കർമ്മം കൊണ്ടുണ്ടാകേണ്ട ഫലം നന്മയാണ്. തിന്മയില്ലാതാകുമ്പോഴേ നന്മയുണ്ടാകും. തിന്മയെ സംഹരിക്കുകയാണ് എന്റെ ലക്ഷ്യം. തിന്മയെ ഉന്മൂലനം ചെയ്യുക അവതാരങ്ങളുടെ ലക്ഷ്യമാണ്. ഞാൻ അവതാരമല്ല. മറ്റേതൊരു യുവതിയും പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. എന്നെ ജീവന തുല്യം സ്നേഹിച്ച് സ്വന്തം മകളായി വളർത്തിയത് അമ്മാവനും അമ്മായിയുമാണ്. ഊർമിളക്കുട്ടി ഇപ്പൊ സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്റെ മോള് സുന്ദരി കുട്ടി തന്നെയാ. അവരുടെ ഏക മകനായിരുന്നു ശിവരാമേട്ടൻ. ചെറുപ്പത്തിലെ കുറുമ്പനും നിഷേധിയുമായിരുന്നു. എടുത്ത് കഴിക്കുമോനെ. എനിക്ക് വേണ്ട. എടുത്ത് കഴിക്കടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു ശിവരാമേട്ടന്. പക്ഷേ അസുര ജന്മമായിരുന്നു അയാളുടേത്. വളരുന്നതോടുകൂടി ശിവരാമേട്ടനോടുള്ള ഭയവും വർദ്ധിച്ചു. വെളിച്ചം പരത്തുന്നതെന്തും നിലത്ത് വീണുടയാൻ പാടില്ല. അത് റാന്തലായാലും നിലവിളക്കായാലും. മനുഷ്യനായാലും. നിനക്കെന്നെ ഭയമാണോ? സ്നേഹമാണോ? പറ. ശിവരാമേട്ടൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ. ഏതർത്ഥത്തിലാണെങ്കിലും സ്നേഹത്തിന് ഒരു സാരമേ ഉള്ളൂ. അത് സ്വാർത്ഥമാണ്.
നിസ്വാർത്ഥമായ സ്നേഹം നുണക്കഥയാണ്. അതുകൊണ്ട് ഊർമിള, നീ എന്റെ സ്വാർത്ഥതയാണ്. സ്വാർത്ഥത മനുഷ്യനെ ക്രൂരനാക്കുന്നു. പക്ഷെ നീ എന്നെ അങ്ങനെ ആക്കില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയില്ലേ? എന്റെ കളിപ്പാട്ടങ്ങൾ തട്ടിയെടുക്കുന്ന കുട്ടികളെ ഞാൻ വെറുതെ വിടാറില്ലായിരുന്നു. മറ്റു മാർഗമൊന്നുമില്ലെങ്കിൽ ഏത് കുതന്ത്രം ഉപയോഗിച്ചായാലും ആ കളിപ്പാട്ടം ഞാൻ നശിപ്പിക്കുമായിരുന്നു. ശിവറാം ആഗ്രഹിച്ചത് മറ്റൊരാളുടെ കൈ ചെന്ന് വിടാൻ സമ്മതിക്കില്ല. എനിക്ക് ലഭിക്കേണ്ടത് മറ്റൊരാൾ അനുഭവിക്കണ്ട. നിന്നെക്കുറിച്ചല്ല മോളെ, പൊതുവായൊരു കാര്യം ശിവറാമേട്ടൻ പറഞ്ഞു എന്ന് മാത്രം. അമ്മാവനും അമ്മായിക്കും സ്വന്തം മകന് ഭയമായിരുന്നു. യുദ്ധത്തിൽ ജയിക്കാൻ പഠിപ്പിച്ചവരെയും സൃഷ്ടിച്ചവരെയും കൊല്ലാം. ഇതെന്റെ നീതിശാസ്ത്രം. ദൈവീയത് എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മെറ്റാഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം അയാൾ ദുർമന്ത്രവാദം പരിശീലിക്കാൻ തുടങ്ങി. വടക്കേ ഇന്ത്യയിലെ ഉജ്ജയിനിയിൽ ആരുടെയോ ശിഷ്യത്വം സ്വീകരിച്ച് ആഭിചാരക്രിയകൾ പരിശീലിക്കുന്നതായി അമ്മാവൻ പറയുമായിരുന്നു. ദൈവം ഇത്രയും നീചനായ മകനെ നമുക്ക് തരാൻ കാരണം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണരെ കൊന്നിട്ടുണ്ടെന്നാണ് ഭട്ടതിരി പറഞ്ഞത്. എല്ലാം നമ്മുടെ വിധിയാ. അവളെ ചെകുത്താന്റെ കയ്യിലേക്ക് ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ഭാര്യത്തെ ജയകൃഷ്ണനില്ലേ, ഊർമിളയെ അവനിഷ്ടാണ്, അവൾക്കവനെ. ലണ്ടനിലും ദുബായിലും ഒക്കെ ബിസിനസ്സാണത്രേ. ശിവരാമൻ ഉജ്ജയിനിൽ നിന്ന് വരുന്നതിന് മുമ്പ് അവരുടെ വിവാഹം നടത്തണം. വിവാഹത്തിന്റെ അന്ന് എന്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന മാളിക വീട്ടിലേക്ക് ഞാനും ജയകൃഷ്ണനും താമസം മാറി. ഒന്ന് ക്ഷമിക്കെന്റെ മാഷേ, എനിക്ക് അമ്മയുടെ അടുത്ത് അല്പം പണിയുണ്ട്. അതിനുശേഷം കുളി കഴിഞ്ഞ് തുളുമ്പുന്ന പാൽ ഗ്ലാസുമായി നമ്രമുഖിയായ നവവധുവായി ഞാൻ വരും. അതുവരെ മാഷ് ഇവിടെ ക്ഷമിച്ചിരിക്കുക.
അതെല്ലാം കെടാൻ പോകുന്ന നാളത്തിന്റെ കുസൃതിയായിരുന്നു അന്ന് രാത്രി. നീ പാവം ബലിയാടാണ്. എന്റെ സൃഷ്ടാക്കളുടെ ഹിതങ്ങൾ നിറവേറ്റാൻ അഗ്നിജ്വാലകളിലേക്ക് എടുത്തു ചാടി ചിറക് കരഞ്ഞ് മരിക്കാൻ വിധിക്കപ്പെട്ട ഈയാമ്പാറ്റ. എന്റെ പൂജാക്കളത്തിലെ തീനാളങ്ങളുടെ ചാഞ്ചാട്ടം, ഹോമാഗ്നിയിലെ ധൂമത്തിന്റെ നിറമാറ്റം എന്നെ നിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. കർമ്മയോഗയായ എന്റെ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല ചണ്ടാള. നിന്റെ ഹത്യ എന്റെ നിയോഗമാണ്. സോ യു ഡൈ. ഉർമിള, കുട്ടിക്കാലത്ത് നീ പറയാറില്ലേ ഞാൻ നിന്റേതാണെന്ന്? പിന്നെ എന്തിനാ നമുക്കിടയിലും അവൻ? നമോ ഭാഗം ഗുരുവേ. ശിവറാം, ഞാൻ ഈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ നിന്റെ സാന്നിധ്യം എന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അങ്ങയ്ക്ക് അതിനുള്ള ക്രാന്തശക്തി ഉണ്ടെന്ന് എനിക്കറിയില്ലേ? അങ്ങനെ സൃഷ്ടിയെക്കുറിച്ചും സ്ഥിതിയെക്കുറിച്ചും പഠിപ്പിച്ചു, സംഹാരത്തെക്കുറിച്ച് പഠിപ്പിച്ചില്ല. അതെന്റെ ധർമ്മമല്ല. അങ്ങനെ വേദങ്ങൾ പഠിപ്പിച്ചു, അഥർവം പഠിപ്പിച്ചില്ല. അതെന്റെ മതമല്ല. ശിവറാം, ദേവിയെ നീ അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങൾ നിർത്തണം. അതെങ്ങനെ ഗുരുവേ? ഈ പാഴ്ശരീരം ചാരമാകുന്നത് വരെ ആത്മാന്വേഷണമാണ് അങ്ങനെ പഠിപ്പിച്ചത്. പക്ഷെ നീ നിന്റെ പാഠങ്ങൾ തെറ്റി ഉരുവിടുന്നു. നിന്റെ കർമ്മങ്ങൾ വഴിതെറ്റുന്നു. നീ ചെയ്യുന്ന ആത്മാന്വേഷണമല്ല, ആത്മനാശമാണ്. ഗുരുനിന്നെന്ന് കരുതരുത്. ഇന്ന് അങ്ങ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തോ അതെന്റെ നാശമാണ്.
സ്വയം നാശത്തിന് കീഴടങ്ങുന്നത് ആത്മഹത്യയാണ്. ആത്മഹത്യ പാപമാണെന്നാണ് ശാസ്ത്രങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങ് ഇതിൽ നിന്ന് പിന്മാറണം. നമ്മൾ പിരിഞ്ഞതിന് ശേഷം നിനക്ക് വഴികളവിടെ തെറ്റിയിരിക്കുന്നു. നിങ്ങൾ തെറ്റിച്ച വഴികളിൽ നിന്നും ഞാൻ നേർവഴികൾ തേടുകയായിരുന്നു. നിങ്ങൾ ഹിരൺമയ പാത്രങ്ങൾ കൊണ്ട് മൂടിയ സത്യത്തിന്റെ മുഖം എത്രമാത്രം വികൃതമാണെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ആ തിരിച്ചറിവാണ് എന്നെ ഈ ഞാനാക്കിയത്. ഇന്ന് എന്റെ നിലനിൽപ്പ്, അതായത് മോക്ഷം, അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. എന്തിൽ നിന്നുള്ള മോക്ഷമാണ് നീ ആഗ്രഹിക്കുന്നത്? ഊർമിളയിൽ നിന്നും? എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷേ നീ ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറണം. ആഭിചാരം കൊണ്ട് സുശക്തമെന്ന് കരുതി നീ സൃഷ്ടിച്ചിരിക്കുന്ന രക്ഷാവലയങ്ങൾ മാറ്റണം. വർഷങ്ങളുടെ തപം കൊണ്ട് എന്റെ ആവനാഴിയിൽ ഞാൻ നേടിയ അസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് നിരായുധനായി നിൽക്കണം, അല്ലേ? മരണത്തിന്റെ കാലച്ച കേൾക്കുന്നവന്റെ വിഹുലതയാണ് നിന്റെ ചിരിയിൽ, ദുർബലതയാണ് നിന്റെ കാൽവെപ്പുകളിൽ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഊർമിളയെ ഞാൻ ബന്ധിക്കാം. നിനക്കൊരു പോറലേൽക്കാതെ, പൂജയ്ക്കൊന്നും സംഭവിക്കാതെ. തന്ത്രശാലിയായ ഒരു കുറുക്കനെയാണ് സാത്വികനായ എന്റെ പഴയ ഗുരുനാഥനിൽ ഞാൻ കാണുന്നത്. ഇല്ല, ഞാൻ പിന്മാറില്ല. അവളുടെ മരണം അനിവാര്യമാണ്. പൂജയിൽ നിന്നും ഊർമിള പുറത്തു വരാൻ പാടില്ല. ഗർഭപാത്രത്തിൽ മരിക്കുന്ന ചാപിള്ളയെ പോലെ ഊർമിള പൂജയോടൊപ്പം മരിക്കും. മരിച്ചേ തീരൂ. അതിന് നീ പഠിച്ച വിധികൾ പോരാതെ വരും ശിവറാം. നിന്റെ നാശം നീ സ്വയം വിളിച്ചു വരുത്തുന്നു. നിനക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന മരണത്തിന്റെ കറുത്ത വവ്വാലുകളെ ഞാൻ കാണുന്നു. മൃതയെ നിശ്ചയിക്കുന്ന ഗോളങ്ങളുടെ സഞ്ചാരപഥങ്ങൾ തിരിച്ചുവിടാനുള്ള മാന്ത്രിക ശക്തി ശിവറാമന് സ്വായത്തമാണ്. വെളിപ്പുറത്തുള്ള ദേവതകൾ കത്തിച്ച ദീപത്രയം എന്റെ നിലവറയിൽ ഉള്ളിടത്തോളം ഞാൻ അമരനാണ്. എന്റെ ശിഷ്യരിൽ അസുരത്വം ഏറ്റവും അധികം ഉണ്ടായിരുന്നവൻ നീയാണ്. ഇന്ന് ഞാൻ അറിയുന്ന ഏറ്റവും വലിയ വിഡ്ഢിയും നീയാണ്. ശിഷ്യ, നിനക്ക് വേണ്ടി പാഴാക്കിയ സമയത്തിനും വാക്കുകൾക്കും വേണ്ടി ഞാനിന്ന് ദുഃഖിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ മറ്റൊരു നേർക്കാഴ്ച ഉണ്ടാവില്ല. ഞാൻ അന്നേ അങ്കിളിനോട് പറഞ്ഞിരുന്നതാ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന എന്തിനാണ്. ദിസ് വിൽ മേക്ക് ദീസ് ബ്രാഡ്സ് ഇൻഡിപെൻഡന്റ് എന്നായിരുന്നു അങ്കിളിന്റെ ധാരണ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിവേ, ഇറ്റ്സ് റിയലി എ സ്കെയറി എക്സ്പീരിയൻസ്. സ്റ്റീഫൻ കിങ്ങിന്റെ പുസ്തകത്തിലോ മറ്റോ വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ. പൂജയുടെ അടുത്ത് ആരാ ഉള്ളത്? അങ്കിളും അശ്വതിയുണ്ട്. പാവം, ഹിസ് ടോട്ടലി ഷാറ്റേർഡ്. അവളുടെ അമ്മ ഇതുവരെ വിവരം അറിയിച്ചിട്ടില്ല. നിങ്ങൾ രണ്ടൊരു മുറി പോയിക്കോ. കാര്യം പറ, എന്താ എന്ത് പറ്റി? വിടരുതവനെ. എന്താ
ആഭിചാരം ചെയ്യുന്ന ആരുടെയോ രക്ഷാകവചമാണിത്. വടക്കേ ഇന്ത്യയിലെ ചില ആദിവാസി സമൂഹങ്ങളാണ് ഇതുപോലുള്ള മുദ്രകൾ ഉപയോഗിക്കുന്നത്. എന്തോ ഒരു ദുരൂഹതയുണ്ട് അയാളിൽ. പല പ്രാവശ്യം എനിക്ക് അനുഭവമുണ്ട് ഇയാൾ ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങുന്നത്. ശിവരാമന്റെ അടിമയോ ആശ്രിതനായിരിക്കും അയാള്. കാരണം ഇതുപോലൊരു മുദ്ര ശിവരാമന്റെ കയ്യിൽ കണ്ടതായി ഞാൻ ഓർക്കുന്നു. ഒരുപക്ഷെ ഈ ഏലസ് ആയിരിക്കും അവന്റെ മനയിലേക്കുള്ള എൻട്രി പാസ്. ഏലസ് ഇല്ലാത്തവരുടെ പാദസ്പർശങ്ങൾ പോലും മണത്തറിയാനുള്ള ക്രാന്തശക്തി ശിവരാമനുണ്ട്. നിങ്ങൾക്കറിയോ ശിവരാമന്റെ ശക്തിയുടെ സ്ഥിരാകേന്ദ്രം എന്താണെന്ന്? 3 കെടാവിളക്കുകളാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ അയാൾ കാത്തു സൂക്ഷിക്കുന്ന ദീപത്രയം. ഓരോ വിളക്കും അഭൗമമായ ഓരോ ശക്തിയുടെ പ്രതീകങ്ങളാണ്. കൂർമ്മബുദ്ധി, മാന്ത്രികം, കായികബലം. ആ വിളക്കുകൾ കത്തി നിൽക്കുന്നിടത്തോളം ശിവരാമ ജയനാണ്. അയാളെ കീഴടക്കണമെങ്കിൽ അത് കിടണം. ആ വിളക്കുകൾ കിടുമ്പോ എന്ത് സംഭവിക്കും? അവന്റെ ശക്തികൾ ഒന്നൊന്നായി ഇല്ലാതാകും. അതോടെ അവൻ നിഷ്ക്രിയനാകും. മറ്റെന്തെങ്കിലും പ്രതിവിധികൾ അയാൾ തേടിയാലോ? അതിനുള്ള കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്റെ ഹോമകുണ്ടത്തിനരികിൽ ഞാൻ കത്തിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന 3 വിളക്കുകളിലേക്ക് നാളങ്ങളായ ആ ശക്തിയെ ഞാൻ ആവാഹിക്കും. ശിവരാമന്റെ ദീപത്രയത്തിലെ വിളക്കുകൾ കെടുമ്പോ എന്റെ കളത്തിലെ വിളക്കുകൾ ഒന്നൊന്നായി തെളിയും. അതോടെ അവന്റെ ശക്തി ക്ഷയിച്ചിരിക്കും. അപ്പോ മാത്രമേ പൂജയിൽ നിന്നും ഊർമിളയെ നമുക്ക് വേർപെടുത്താനാവൂ. അല്ലെങ്കിൽ ഈ ഏലസ് ധരിച്ച് ശിവരാമന്റെ താവളത്തിൽ കയറിയാൽ ആ വിളക്കുകൾ കെടുത്താൻ സാധിക്കില്ലേ? യെസ്, പക്ഷേ അത് അത്ര നിസ്സാരമല്ല കുട്ടി. അവന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ മരണം സുനിശ്ചിതമാണ്. വിവേക്, ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഞാൻ ഈ ഏലസമയം അകത്ത് കിടക്കാം. നീ ഇവിടെ വെയിറ്റ് ചെയ്യണം. വേണോ ഗൗതം? വേണം. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്താ നടക്കുന്നെങ്കിലും അറിയാലോ. ഈശ്വര, കുഞ്ഞെ, വാസുവിനെ കാണാനില്ല. പാൽക്കഞ്ഞി ഉണ്ടാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത വെള്ളിയാഴ്ച വരും.
പൂജ പ്ലീസ് എന്തായത്? പൂജ റിലാക്സ് റിലാക്സ്. സ്വന്തം പിതാവിനെ കാരാഗ്രഹത്തിലിട്ട് കൊന്ന ഔറംഗസീബിനേക്കാൾ ദുഷ്ടനാണവൻ. അവൻ ജനിച്ച രാത്രി പെയ്ത മഴയ്ക്ക് ചോരയുടെ നിറമായിരുന്നു. ശിവരാമൻ, അവന് അവന്റെ നിഴലിനെ പോലും ഭയമാണ്. പിന്നെയാണോ അച്ഛനായ ഞാൻ? നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? മരണത്തിന് കാതോർത്തിരിക്കുന്ന ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന 3 കെടാവിളക്കുകളാണ് അവന്റെ ദീപത്രയങ്ങൾ. ഇതണയണം, എന്നാലേ അവന്റെ ശക്തി നഷ്ടപ്പെടും. ഓതിക്കെടുത്തരുത്. വലത് കൈയിലെ ചൂണ്ടുവിരൽ വെച്ച് കുത്തിക്കെടുത്തണം. ഈശ്വരനെ നന്നായി ധ്യാനിച്ച് ചെയ്തോളൂ. വിശേഷം ഓ ഹ്രീം തും ജലജലസൂരിണി ദുഷ്ടനിഗ്രഹം വത്സോ.
No! 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 ശിവറാം ആരാധിക്കുന്ന മൂർത്തികൾ അവനെ കൈപിടിയുന്നു. അവന്റെ ദീപത്രയത്തിലെ 2 വിളക്കുകൾ കെട്ടിരിക്കുന്നു. കൂർമ്മബുദ്ധിയും ദുർമന്ത്രവാദവും അവനിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. ആ ഊർജങ്ങൾ അവൻ അപ്രാപ്യമാകും വിധം ഈ വിളക്കുകളിൽ നാളങ്ങളായി ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അവനിൽ അവശേഷിക്കുന്നത് കായിക ശക്തി മാത്രം. അത് നഷ്ടപ്പെടും മുമ്പ് പൂജ ഈ കളത്തിൽ വേണം. അവളിൽ നൂർമളെ പുറത്തു കൊണ്ടുവരണം. അല്ലെങ്കിൽ മറ്റൊരു ദുർമരണത്തിന് നാം സാക്ഷിയാകേണ്ടി വരും. മൂന്നാം ദീപം. അമ്മേ ദേവി ദുർഗാ ദേവി. ശിവരാമനെ അവൾ കൊല്ലും. അതിനു മുമ്പ് ശിവറാം, ശിവറാം, ശിവറാം പുറത്തേക്ക് വാ. നിന്റെ കാൽക്കീഴിൽ മരണം ഒളിച്ചിരിക്കുകയാണ്. ഇല്ല വിഷ്ണുനാരായൺ, ഞാൻ വരില്ല. ഏകലവ്യന്റെ പെരുവിരൽ എറന്നു വാങ്ങിയ ദ്രോണരെക്കാൾ നീചനാണ് നിങ്ങൾ. അവസാനമായി ഞാൻ പറയാണ്, ഇത് നിന്റെ മരണം അറിയാകും മുമ്പ് പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. നോ! ശിവരാമേട്ടാ,
ഒന്നും ചെയ്യല്ലേ. ശിവരാമേട്ടാ, ശിവരാമേട്ടൻ എന്തിനാ ഭയപ്പെടുന്നത്? ചോരയുടെ നിറം ശിവരാമേട്ടന് പണ്ടേ ഇഷ്ടമായിരുന്നല്ലോ. അരുത് ശിവരാമേട്ട, ധീരനായ ശിവരാമേട്ടൻ ഭയപ്പെടരുത്. ശിവരാമേട്ട, കുട്ടികളായിരുന്നപ്പോ നമ്മൾ കളിച്ചിരുന്ന ഒരു കളിയില്ലേ, നിശ്ചിത സമയത്തിനുള്ളിൽ അടച്ചിട്ട നിലവറയിൽ നിന്ന് രക്ഷപ്പെടുക. അതുപോലൊരു കളി. ശിവരാമേട്ടന്റെ മുന്നിലെ ക്ലോക്കിൽ 12 മണിയാവാൻ 1 മിനിറ്റ്. 12 അടിച്ച് തീരും മുമ്പ് ഈ മുറിയിൽ നിന്ന് ശിവരാമേട്ടൻ രക്ഷപ്പെട്ടാൽ ഈ കളിയിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ ശിവരാമേട്ടൻ തോറ്റു. ശിവരാമേട്ട, ക്ലോക്ക് അടിക്കാൻ തുടങ്ങി. ഇനി 10 തവണ കൂടി അടിച്ചാൽ ശിവരാമേട്ടൻ തോറ്റു. ഊർമിള, നീ ഇവിടെ വിട്ട് പോകില്ലേ? പോകാം, പോകാം. ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവാ മൃത്യോസ്തുല്യം ത്രിലോക്യം യദന്തിയച്ഛദൂരകേ ഭയം വിന്ദതി മാമിഹ ഓമാനവിദജ്ജഹി യദുധിയം ഭഗവതീ ക്ഷമയ ഓം ഹ്രീം ദും ദുർഗാം ദേവി ശരണമഹം പ്രപദ്യേ. ഓം ഹ്രീം പ്രതികൂലം നശ്യത്തനുകൂലം പ്രയച്ഛ പ്രയച്ഛ ആപദം
നാശയ നാശയ സമ്പദം പ്രാപയ പ്രാപയ ബാധാൻ നിവാരയ നിവാരയ. പൂജ. മോളെ, ഹൗ ഡു യു ഫീൽ നൗ? ഏതോ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ. എന്നെ പൊന്നു മോളെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സ്വപ്നം കാണല്ലേ. അപ്പോ ശരിയെന്നാ എല്ലാവരോടും കൂടെ. വിഷ്ണുനാരായണൻ, യെസ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യം കഥയെന്തറിഞ്ഞു. യെസ്. അങ്കിൾ, ഇതെന്ത് ചെയ്യണം? ഇത് അങ്കിള് ഏതായാലും തരിച്ചല്ലേ, കൂട്ടിന് വിളിയിരിക്കട്ടെ. സൂക്ഷിക്കണേ അങ്കിൾ, അവള് പ്രശ്നക്കാരിയാ. എന്തായാലും നിങ്ങളുടെ അത്രയും പ്രശ്നക്കാരിയാണ്.